ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കാമാക്ഷി പമ്പിൻ്റെ അവിടെ നിന്നും കുട്ടൻകവലയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടുണ്ട്. നല്ല ഗ്രാമഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു കിടിലൻ വഴിയാണ്. നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കിയാലോ. തങ്കമണി കട്ടപ്പന റോഡിലൂടെ വരുമ്പോൾ നമ്മുടെ കാമാക്ഷി പമ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇടത്തോട്ടൊരു ഇറക്കം കാണാം, ഒരു കോൺക്രീറ്റ് വഴി. ആ ഒരു കോൺക്രീറ്റ് വഴി നമുക്ക് കുട്ടൻകവല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു കോൺക്രീറ്റ് വഴിയിലൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ നടുവിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരുപാട് കൃഷികളൊക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കാമാക്ഷി. ഇവിടെ കൂടുതലായിട്ടും ഏലം കൃഷിയുണ്ട്, അതുപോലെ വിവിധ തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. വാഴ, കാപ്പി, കുരുമുളക്, അങ്ങനെ നിരവധി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടും. പിന്നെ ഒരുപാട് നല്ല അടിപൊളി വീടുകളൊക്കെ നമുക്ക് റോഡിൻ്റെ ഇരു സൈഡുകളിലുമായി കാണാൻ പറ്റും. ഒരു കുത്തനെയുള്ള കയറ്റമാണ് നമ്മുടെ കുട്ടൻകവലയിലേക്ക് ഈ ഒരു വഴി പോകുമ്പോൾ. നല്ലൊരു വ്യൂ ഒക്കെ തരുന്ന ഒരു പൊളി ഒരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര. കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കയറ്റമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കാമാക്ഷി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീട്ടിലേക്കൊക്കെ പോകാൻ ഷോർട്ട് കട്ടൊക്കെ ചാടി വരുന്ന ഈ ഒരു റൂട്ടിലൂടെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വളച്ചു ചുറ്റൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തെ. ഇതിലേക്ക് നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാകും. പിന്നെ ആടിത്തോങ്ങി അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പിന്നെ സ്കൂൾ ബസ് വീടിന് മുറ്റത്ത് വരുന്നതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളൊക്കെ 10 വരെ ഏകദേശം നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലേക്കൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ ആയിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. കാമാക്ഷി സ്കൂളിൽ ആയിരുന്നു നമ്മളൊക്കെ 7 വരെ പഠിച്ചത്, അല്ല 10 വരെ, 5 തൊട്ട്. അപ്പം അങ്ങോട്ട് നമുക്ക് സ്ഥിരം പോകാൻ തങ്കമണി ചെന്നിട്ട് കാമാക്ഷി അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതുവഴിയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വരുമായിരുന്നു. ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ എളുപ്പമാണ്, പക്ഷേ തിരിച്ച് ഈ ഒരു റൂട്ട് വരുന്നത് ഭയങ്കര പാടാണ്. തിരിച്ച് നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെയാണ്. പിന്നെ സൈക്കിളൊക്കെ ഉള്ളപ്പോൾ ഒരു രസത്തിന് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഈ വഴിയൊന്നും അധികം അങ്ങനെ വരാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോഴും വഴി ബ്ലോക്കും എല്ലാം വരുമ്പോഴൊക്കെയാണ് ഈ ഒരു വഴി വരുന്നത്. ഗ്രാമഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. ഇതുപോലുള്ള നിരവധി ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കയറി ഒന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വഴി വരുമ്പോൾ ഞങ്ങളെ പേടിപ്പിച്ചിരുന്ന ഒരു കുളമുണ്ട് ഇവിടെ, ഒരു കയൊക്കെ ഉള്ള. അതിൻ്റെ അകത്ത് 2-3 പേരൊക്കെ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, പണ്ട് ഉള്ള ആളുകളൊക്കെ പറഞ്ഞത്. ആ ഒരു കുളം ഇവിടെ അടുത്താണ്. ഇവിടെ നിന്ന് വലത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ വഴി കാണുന്നില്ലേ, ഇപ്പോൾ അതാണ്ട ആ വഴി അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെയാണ് ആ ഒരു കുളം വരുന്നത്. നമ്മൾ ആ കുളത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, പണ്ടതിലേ പോയപ്പോൾ ഒന്ന് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്തെത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നല്ല അടിപൊളി മനോഹരമായ വീടുകൾ കാണാൻ സാധിക്കും. അതുപോലെ ഇടുക്കിയുടെ ഒരു ഉൾഗ്രാമഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു റോഡും കൂടിയാണിത്. ഇരു സൈഡിലും ആ ഗ്രാമഭംഗിയുടെ ആ ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശാന്തിഗ്രാം, ഉദയഗിരി ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രകാശ് തങ്കമണി റൂട്ടാണിത്. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ പ്രകാശിലെത്താൻ പറ്റും. നേരെ പോയി കഴിഞ്ഞാൽ തങ്കമണി. നമുക്ക് വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. നമ്മുടെ വീട് നീരുവേൽ ഭാഗത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് തങ്കമണിക്ക് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലത്തോട്ടുള്ള വഴിയിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.